ഹലോ ഓൾ വെൽക്കം ബാക്ക്. അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ സാധാരണ പറയാറില്ലേ, എന്താണ് ഞാൻ വരാം, അല്ലെങ്കിൽ ഞാൻ പോകാം, ഞാൻ എടുക്കാം, ഞാൻ അതും കൂടെ എടുക്കാം, എന്താണ് ഞാൻ നാളെ വരാം, ഞാൻ നിൻ്റെ ഫീസ് അടക്കാം, ഇങ്ങനെ ഞാൻ ടാക്സി വിളിച്ചിട്ട് വരാം, ഞാൻ അവിടെ എത്തിയാൽ ഉടനെ വിളിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടല്ലോ. അതായത് ഫ്യൂച്ചറിനെ കാണിക്കുന്ന കുറച്ച് സിമ്പിളായിട്ടുള്ള സെൻറ്റൻസുകൾ കേട്ടോ. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ എങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ എളുപ്പത്തിൽ പറയാമെന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് അറിയിക്കാം കേട്ടോ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഒക്കെ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. അപ്പോൾ നിങ്ങൾ ബോർഡിൽ കൊടുത്തിരിക്കുന്ന സെൻറ്റൻസുകൾ നോക്കി. ഞാൻ പോകാം, ഞങ്ങൾ പോകാം, ഞാൻ നാളെ വരാം, ഞാൻ 5 മിനിറ്റ് കഴിഞ്ഞ് വരാം, ഞാൻ 2 ദിവസം കഴിഞ്ഞ് വരാം. ഇങ്ങനെയുള്ള കുറേ സെൻറ്റൻസുകളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ പോകാം എങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാം? ഞാൻ പോകാം, അതായത് ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യമാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഷാളാണ് ഉപയോഗിക്കേണ്ടത് കേട്ടോ. ഷാൾ എന്നുള്ള മോഡൽ ഓക്സിലറി വെർബ് യൂസ് ചെയ്തിട്ടാണ് പറയുന്നത് കേട്ടോ. അപ്പം ഐ ഷാൽ ഗോ, ഞാൻ പോകാം, ഐ ഷാൽ ഗോ, ഞാൻ പോകാം. ഈ ഞങ്ങൾ പോകാം എങ്ങനെ പറയാം? ഞങ്ങൾ വി ഷാൽ ഗോ, ഞങ്ങൾ പോകാം, വി ഷാൽ ഗോ, ഗോനിച്ച പോവുക. അപ്പോൾ ഐ ഷാൽ ഗോ, ഞാൻ പോകാം, വി ഷാൽ ഗോ, ഞങ്ങൾ പോകാം അല്ലേ. അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും, എന്താ വില്ല് ഉപയോഗിച്ചൂടെ എന്നുള്ളതിൽ. വില്ല് ഉപയോഗിക്കാം, പക്ഷേ ഐ വി എന്നീ സബ്ജക്റ്റിൻ്റെ കൂടെ നമ്മൾ ഷാൽ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ കേട്ടോ. അപ്പം ഐ അതുപോലെ തന്നെ വീണ്ടും കൂടെ നമ്മൾ ഷാൾ ഉപയോഗിക്കാനായിട്ട് നോക്കാം. പിന്നെ ഹി ഷീ ഇറ്റ് ഇങ്ങനെയുള്ള സബ്ജക്റ്റിൻ്റെയൊക്കെ കൂടെ നമ്മൾ വില്ലും ഉപയോഗിക്കാനായിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ ക്ലിയർ ആയോ? അപ്പം അതിൻ്റെ കൂടെ വീണ്ടും കൂടെ നമ്മൾ എന്താണ് ഷാൾ ഉപയോഗിക്കാൻ നോക്കുക. അതുപോലെ ഹി ഷീ ഇറ്റ് ദേ ഇതിൻ്റെയൊക്കെ കൂടെ നമ്മൾ വില്ലും യൂസ് ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ. അതാണ് ഏറ്റവും ബെറ്റർ കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ നാളെ വരാം, ഇതെങ്ങനെ പറയാം? ഞാൻ ഐ ചെയ്യാമെന്നുള്ള മീനിങ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഷാൽ എന്നാണ് യൂസ് ചെയ്യുക അല്ലേ. അതായത് ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഐ ഷാൽ, ഞാൻ ചെയ്യാം, എന്ത് നാളെ വരാം, ഐ ഷാൽ കം ടുമോറോ. ഞാൻ 5 മിനിറ്റ് കഴിഞ്ഞ് വരാം, എങ്ങനെ വരാം? ഐ ഷാൽ കം, ഞാൻ വരാം 5 മിനിറ്റ് കഴിഞ്ഞിട്ട്. 5 minutes later എന്ന് പറഞ്ഞാൽ മതി കേട്ടോ. 5 minutes ലേറ്റർ, 5 മിനിറ്റ് കഴിഞ്ഞിട്ട് വരാം. ഐ ഷൽ കം 5 minutes later എന്ന് പറയാം കേട്ടോ. ഐ ഷൽ കം ആഫ്റ്റർ 5 minutes എന്ന് പറയേണ്ട ആവശ്യമില്ല. ഐ ഷൽ കം 5 minutes later എന്ന് പറയാം കേട്ടോ. നെക്സ്റ്റ്, ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ട് വരാം, ഇതെങ്ങനെ പറയാം? മകള് പറഞ്ഞ ഇതേപോലെ തന്നെ നമുക്ക് പറയാം അല്ലേ. അപ്പം ഞാൻ വരാം, ഐ ഷാൽ കം 2 ദിവസം കഴിഞ്ഞിട്ട്. അപ്പൊ ഇങ്ങനെ പറയാം 2 days later. ഐ ഷാൽ കം 2 days later, ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ട് വരാം. അടുത്ത നോക്കിയേ, ഞാൻ ഫീസ് നാളെ കൊണ്ടുവരാം, ഞാൻ ഫീസ് നാളെ കൊണ്ടുവരാം. അപ്പൊ ഇങ്ങനെ പറയാം? ഐ ഷാൽ കൊണ്ടുവരാ എന്നുള്ളതിന് ബ്രിങ്, ഐ ഷാൽ ബ്രിങ് ഫീ ടുമോറോ. ഫീസ് എന്ന് പറയണ്ട കേട്ടോ, ഫീ എന്ന് പറഞ്ഞാൽ മതി. ഐ ഷാൽ ബ്രിങ് ഫീ ടുമോറോ, ഞാൻ നാളെ ഫീസ് കൊണ്ടുവരാം. നിന്റെ ക്യാഷ് ഞാൻ പിന്നെ തരാം, ഇതെങ്ങനെ പറയാം? ഐ ഷാൽ പേ, ഞാൻ പേ ചെയ്യാന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ഐ ഷാൽ പേ യു ലേറ്റർ. ഐ ഷാൽ പേ യു ലേറ്റർ എന്ന് പറഞ്ഞാൽ കേട്ടോ. ഐ ഷാൽ പേ യു ലേറ്റർ. ഐ ഷാൽ ഗിവ് യുവർ മണി ലേറ്റർ എന്ന് പറയേണ്ട ആവശ്യമില്ല. ഐ ഷാൽ പേ യു ലേറ്റർ എന്ന് പറഞ്ഞാൽ കേട്ടോ. ഇനി ഞാൻ ബാക്കി പൈസ അടുത്ത ആഴ്ച തരാം, എങ്ങനെ നമുക്ക് പറയാം? ബാക്കി പൈസ എന്നുള്ളത് നമുക്ക് എന്താണ് ബാലൻസ് എന്ന് പറഞ്ഞാൽ മതില്ലേ. അപ്പം ഐ ഷാൽ പേ ദ ബാലൻസ് അടുത്ത ആഴ്ച, നെക്സ്റ്റ് വീക്ക്. ഐ ഷാൽ പേ ദ ബാലൻസ് നെക്സ്റ്റ് വീക്ക്. ഞാൻ ബാലൻസ് എമൗണ്ട് എന്നൊക്കെ പറയാം കേട്ടോ. ഐ ഷാൽ പേ ദ ബാലൻസ് നെക്സ്റ്റ് വീക്ക് എന്ന് പറഞ്ഞാൽ മതി. ക്ലിയർ? അടുത്ത് നോക്കിക്കേ, ഞാൻ നിന്നെ സഹായിക്കാം, ഇതെങ്ങനെ പറയാം? ഞാൻ ചെയ്യാം, ഐ ഷാൽ എന്താണ് സഹായിക്കാം, ഐ ഷാൽ ഹെൽപ്പ് യു, ഞാൻ നിന്നെ സഹായിക്കാം, ഐ ഷാൽ ഹെൽപ്പ് യു. ഞാൻ നിന്നെ റെയിൽവേ സ്റ്റേഷനിൽ കാത്തു നിൽക്കാം, ഞാൻ നിന്നെ റെയിൽവേ സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്യാം, എങ്ങനെ പറയാം? ഐ ഷാൽ വെയിറ്റ്. ഷാൽ കഴിഞ്ഞിട്ട് പിന്നെ വേർബാണ് കൊണ്ടുവരാം കേട്ടോ. ഐ ഷാൽ വെയിറ്റ് യു, നിന്നെ എവിടെയാണ്? അറ്റ് ദ റെയിൽവേ സ്റ്റേഷൻ. ഐ ഷാൽ വെയിറ്റ് യു അറ്റ് ദ റെയിൽവേ സ്റ്റേഷൻ. നെക്സ്റ്റ്, ഞാൻ നിന്റെ ടിക്കറ്റ് എടുക്കാം, എങ്ങനെ പറയാം? ഞാൻ ചെയ്യാം, ഐ ഷാൽ ടേക്ക് യുവർ ടിക്കറ്റ്.
ഐ ഷാൾ ടേക്ക് യുവർ ടിക്കറ്റ്. ഞാൻ നിന്റെ ടിക്കറ്റ് എടുക്കാം. ഐ ഷാൾ ടേക്ക് ഞാൻ എടുക്കാം. നെക്സ്റ്റ് നോക്കിക്കേ, ഞാനിത് പോയിട്ട് തിരിച്ച് വരുന്ന വഴിക്ക് എടുക്കാം എന്ന് നമ്മൾ പറയാറില്ലേ? ഞാൻ പോയി തിരിച്ചു വരുമ്പോൾ ഇത് എടുത്തോളാം എന്ന് പറയാറില്ലേ? ഇതെന്താ നമുക്ക് പറയാം? ഞാൻ എടുത്തോളാം. ഐ ഷാൾ ടേക്ക് ഇത് ഇറ്റ്. ഐ ഷാൾ ടേക്ക് ഇറ്റ് ഓൺ മൈ വേ ബാക്ക്. ഐ ഷാൾ ടേക്ക് ഇറ്റ് ഓൺ മൈ വേ ബാക്ക്. ഐ ഷാൾ ടേക്ക് ഇറ്റ് ഞാനിത് എടുത്തോളാം. ഓൺ മൈ വേ. ഓൺ മൈ വേ എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ ആ ഒരു വഴിയില്ലേ, ബാക്ക് തിരിച്ചു വരുന്ന ആ ഒരു വഴി എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഐ ഷാൾ ടേക്ക് ഇറ്റ് ഓൺ മൈ വേ ബാക്ക്. ഞാനിത് പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ഞാൻ ഇതെടുത്തോളാം. ഞാൻ നാളെ നിന്നെ വിളിക്കാം. ഇതെങ്ങനെ പറയാം? സിമ്പിൾ അല്ലേ? ഐ ഷാൾ കോൾ യു നാളെ, ടുമോറോ. ഐ ഷാൾ കോൾ യു ടുമോറോ. ഞാൻ അവിടെ എത്തിയാൽ ഉടനെ വിളിക്കാം. ഞാൻ അവിടെ എത്തിയാൽ ഉടനെ നിന്നെ വിളിക്കാം. എങ്ങനെ പറയാം? ഐ ഷാൾ കോൾ യു. എത്തിയാൽ ഉടനെ എങ്ങനെ പറയാം? സൂൺ ആഫ്റ്റർ റീച്ചിങ് ദർ. ഐ ഷാൾ കോൾ യു സൂൺ ആഫ്റ്റർ റീച്ചിങ് ദർ. അവിടെ എത്തിയാൽ ഉടനെ, പെട്ടെന്ന് തന്നെ, സൂൺ. ഓക്കെ, വിളിക്കാം. ഐ ഷാൾ കോൾ യു സൂൺ ആഫ്റ്റർ റീച്ചിങ് ദർ. അടുത്ത നോക്കിയേ, ഞാൻ നിന്റെ കൂടെ വരാം. ഇതെങ്ങനെ നമുക്ക് പറയാം? ഞാൻ നിന്റെ കൂടെ വരാം. ഐ ഷാൾ കം. ഞാൻ വരാം. ഐ ഷാൾ കം. നിന്റെ കൂടെ. കൂടെ എന്നുള്ളത് ഇംഗ്ലീഷിൽ വിത്ത് അല്ലേ? ഐ ഷാൾ കം വിത്ത് യു. നിന്റെ കൂടെ. ഐ ഷാൾ കം വിത്ത് യു. ഞാൻ നിന്റെ കൂടെ വരാം. ഞാൻ ഒരു ടാക്സി എടുത്ത് പോയിക്കോളാം. എങ്ങനെ പറയാം? ഐ ഷാൾ ടേക്ക് എ ടാക്സി എന്ന് മാത്രം പറഞ്ഞാൽ കേട്ടോ. ഐ ഷാൾ ടേക്ക് എ ടാക്സി. ഐ ഷാൾ ടേക്ക് എ ടാക്സി. ഞാനൊരു ടാക്സി എടുക്കാം. ടാക്സി എടുക്കുന്ന എന്തിനാണ്? നമുക്ക് പോകാൻ വേണ്ടിയിട്ടല്ലേ? അപ്പോൾ ഐ ഷാൾ ടേക്ക് എ ടാക്സി എന്ന് മാത്രം പറഞ്ഞാൽ കേട്ടോ. അല്ലാതെ നമ്മൾ എന്താണ് ഐ ഷാൾ ടേക്ക് എ ടാക്സി ടു ഗോ എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. അങ്ങനെ പറയരുത്. ഐ ഷാൾ ടേക്ക് എ ടാക്സി എന്ന് മാത്രം പറഞ്ഞാൽ കേട്ടോ. ഞാനൊരു ടാക്സി എടുത്ത് പോയിക്കോളാം. നെക്സ്റ്റ്, ഞാനത് പിന്നെ എങ്ങാനും പറയാം. ഞാനത് പിന്നെ എപ്പോഴെങ്കിലൊക്കെ പറയാൻ നമ്മൾ പറയാറില്ലേ? ഇതെങ്ങനെ പറയാം? ഐ ഷാൾ ടെൽ യു ലേറ്റർ. ഐ ഷാൾ ടെൽ യു ലേറ്റർ. ഞാനത് നിന്നോട് പിന്നെ എപ്പോഴെങ്കിലൊക്കെ പറയാം. ഐ ഷാൾ ടെൽ യു ലേറ്റർ. നെക്സ്റ്റ് നോക്കിക്കേ, ഞാൻ ഇവിടെ എങ്ങാനും ഇരുന്നോളാം. നമ്മൾ പറയാറില്ലേ? ഞാൻ ഇവിടെ എവിടെയെങ്കിലൊക്കെ ഇരുന്നോളാം. ഇതെങ്ങനെ നമുക്ക് പറയാം? ഓക്കെ, ഐ ഷാൾ ഞാൻ ചെയ്തോളാം. ഐ ഷാൾ സിറ്റ് ഇരിക്കുക. ഐ ഷാൾ സിറ്റ് ഇവിടെ എങ്ങാനും, അല്ലെങ്കിൽ ഇവിടെ എവിടെയെങ്കിലൊക്കെ. എങ്ങനെ പറയാം? സംവേർ എന്ന് പറയാം കേട്ടോ. സംവേർ ഹിയർ. ഇവിടെ എവിടെയെങ്കിലൊക്കെ ഇരുന്നോളാം. ഐ ഷാൾ സിറ്റ് സംവേർ ഹിയർ. ഐ ഷാൾ സിറ്റ് സംവേർ ഹിയർ. ഞാൻ ഇവിടെ എവിടെയെങ്കിലും, അല്ലെങ്കിൽ ഇവിടെ എങ്ങാനും ഇരുന്നോളാം. നെക്സ്റ്റ്, ഞാൻ തനിയെ വിളമ്പി കഴിച്ചോളാം. ഇതെങ്ങനെ നമുക്ക് പറയാം? ഇതെങ്ങനെ പറയാൻ അറിയോ? ഐ ഷാൾ ഹെൽപ്പ് മൈസെൽഫ് എന്ന് പറയാം കേട്ടോ. ഐ ഷാൾ ഹെൽപ്പ് മൈസെൽഫ്. ഇത് ഇങ്ങനെ തന്നെ പഠിച്ചിട്ട് കേട്ടോ. ഐ ഷാൾ ഹെൽപ്പ് മൈസെൽഫ്. ഞാൻ തനിയെ വിളമ്പി കഴിച്ചോളാം. ഞാൻ നിന്റെ എല്ലാ ചെലവും എടുത്തോളാം. ഇതെങ്ങനെ പറയാ? ഞാൻ നിന്റെ എല്ലാ ചിലവുകളും എടുത്തോളാം. ഇതെങ്ങനെ പറയാ ഉള്ളത് നിങ്ങൾ താഴെ കമന്റ് ചെയ്യണേ. കാരണം കുറേ സെന്റൻസുകൾ നമ്മൾ ഒരുപോലെ ഉള്ളതാണ് പ്രാക്ടീസ് ചെയ്തത്. അപ്പൊ ഈ ഒരു സെന്റൻസ് നിങ്ങൾ താഴെ കമന്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കുറേ സെന്റൻസുകൾ പ്രാക്ടീസ് ചെയ്തില്ലേ? ചെറിയൊരു സെന്റൻസിൽ നിന്ന് നമ്മൾ കുറേ വലിയ വലിയ സെന്റൻസുകളിലേക്കൊക്കെ നമ്മൾ പോയില്ലേ? അപ്പോൾ ഒരേപോലെയുള്ള സെന്റൻസ്, ഒരേ സ്ട്രക്ചറിലുള്ള സെന്റൻസുകൾ തന്നെയാണ്, പക്ഷേ വ്യത്യസ്ത കോണ്ടെക്സ്റ്റിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അത് എല്ലാവർക്കും ക്ലിയർ ആയി വിചാരിക്കും. ഇനി ഇതുപോലെയുള്ള സെന്റൻസുകളൊക്കെ നിങ്ങൾ തനിയെ പ്രാക്ടീസ് ചെയ്ത് നോക്കട്ടെ. തീർച്ചയായിട്ടും നമ്മുടെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈകിട്ട് നമുക്ക് നല്ലൊരു ക്ലാസ് ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.